ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നവംബർ 18 ഏട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇന്നലെ എന്താ പറയാ, എനിക്ക് തന്നെ അങ്ങനെ കടയിലൊക്കെ പോകാൻ ഇച്ചിരി മടിയാണ്. ഏട്ടൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നോണ്ട് നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. ഇപ്പൊ ചേട്ടൻ ഓരോരോ കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് പുറത്തേക്ക് പോവാൻ, അത് എന്താ പറയാ, കടയിൽ നിന്ന് ഇപ്പൊ ഒരു സാധനം വാങ്ങാൻ തന്നെ ഭയങ്കര മടിയായിട്ടിരിക്കണം. അപ്പൊ അങ്ങനെ തനിയെ പോവാത്തതുകൊണ്ട് ചേട്ടനെ കൊണ്ടാണ് ഇന്നലെ കേക്ക് മേടിക്കാനായിട്ട് പോയത്. അപ്പൊ ചേട്ടൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഓർത്തിട്ടുണ്ടായിരുന്നില്ല ചേട്ടന്റെ ബർത്ത്ഡേ ആണെന്ന്. കടയിൽ ചെന്ന് എന്റെ ആ ഒരു വെപ്രാളൊക്കെ കണ്ടപ്പോഴാണ് ചേട്ടന് എന്തോ ഒരു പന്തികേട് തോന്നിയത്. പിന്നെയാണ് ചേട്ടൻ ആലോചിച്ചപ്പോ മനസ്സിലായത് ബർത്ത്ഡേ ആണ്, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ തത്രപ്പാടൊക്കെ കാണിക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെ ഞാൻ ഇന്നലെ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. 2 കേക്ക് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. ഒരു കേക്ക് എടുത്താൽ ഒരു കേക്ക് ഫ്രീ. അപ്പൊ നമ്മൾ അങ്ങനെ പുതിയൊരു കടയാണ്, ബേക്ക് ഹൗസ് എന്ന് കണ്ടാന്നിട്ടോ പേര്. എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇന്നലെ 2 കേക്ക് വാങ്ങിച്ചിട്ട് വന്നു. ഒരു വൈറ്റ് ഫോറസ്റ്റും ഒരു ബ്ലാക്ക് ഫോറസ്റ്റും ആണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. അപ്പൊ ഞാനിത് സർപ്രൈസ് ആയിട്ട് ഒരുക്കാനാണ് എന്റെ മനസ്സിലുള്ളത്. ചേട്ടന് ഇത് അറിയാന്നുള്ള കാര്യം എനിക്ക് വീട്ടിൽ വന്ന് കേൾപ്പിട്ടാണ് മനസ്സിലായത്. അപ്പോഴാണ് വീട്ടിൽ നിന്ന് അപ്പച്ചൻ വിളിച്ചു. അപ്പച്ചൻ വിളിച്ചു കഴിഞ്ഞപ്പം അപ്പച്ചൻ പിള്ളേരോട് പറഞ്ഞു, അപ്പയുടെ ബർത്ത്ഡേ ആണല്ലോ നാളെ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആകെ വിഷമമായി. ഞാൻ സർപ്രൈസ് ആയിട്ട് എന്താ പറയാ, നേരത്തെ എഴുന്നേറ്റ് ഒരു 12 മണി കഴിഞ്ഞിട്ടേ, ഒരു 1 മണി 2 മണിയൊക്കെ ആവുമ്പോ എഴുന്നേറ്റ് കേക്കും ലേറ്റും അതുപോലെ തന്നെ ബലൂണൊക്കെ വെച്ചിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചപ്പം അത് പൊട്ടി. അങ്ങനെ അത് പൊട്ടിപ്പാളീസായിട്ടോ. അപ്പൊ എനിക്ക് ആകെ വിഷമിച്ചു. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ആ സർപ്രൈസ് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു. പിന്നെയാണ് തോന്നിയത് അടുത്തൊരു സർപ്രൈസ് കൊടുക്കണം. നമ്മൾക്ക് പിന്നെ പ്രത്യേകിച്ച് അന്ന് രാവിലെ ഒന്നും നമ്മൾ കേക്കൊന്നും മുറിച്ചില്ല കേട്ടോ. അതിന്റെ വൈകുന്നേരമാണ് കേക്ക് മുറിക്കാന്ന് വിചാരിച്ചേക്കണേ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി ഉണ്ടായിട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ ഒരു സർപ്രൈസ് കൊടുക്കാന്ന് ചോദിച്ചു. എന്തായാലും വീട്ടിലെ സർപ്രൈസ് ഇവിടെ പാളിയല്ലോ. അപ്പം ഓഫീസിൽ കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു കേക്ക് ഇന്നലെ രാത്രി തന്നെ ഏട്ടന്റെ കൂട്ടുകാരനായ എൽദോനെ ഞാൻ വിളിച്ച ചേട്ടൻ അറിയൂലോ. അപ്പൊ ഞാൻ അതൊന്ന് വാട്സപ്പ് മെസ്സേജ് ഒക്കെ അയച്ച് സെറ്റ് ചെയ്തിട്ടു. അപ്പൊ എന്താ, എൽദോ ആണെങ്കിൽ 8:30 മൊബൈൽ നോക്കിയിട്ട് പിന്നെ നോക്കിയിട്ടേ ഇല്ല. ഞാൻ വെളുപ്പിന് 5 മണിക്ക് കഴിഞ്ഞിട്ട് നോക്കിയിട്ടും വാട്സപ്പിൽ നോക്കിയിട്ടില്ല. അപ്പൊ എനിക്ക് ആകെ വിഷമായി. അയ്യോ എന്ത് ചെയ്യും, ഇനിയിപ്പോ എൽദോനെ ഇപ്പൊ വിളിക്കാനും പറ്റില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് ഒരു 6:30 ആയപ്പോ എൽദോ മെസ്സേജ് അയച്ചു. അപ്പൊ തന്നെ ഞാൻ നോക്കി നിൽക്കാണ് മെസ്സേജിന്റെ ഒച്ച. ഫോണില് ഒച്ച വന്നത് നോക്കി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ വന്നു. അങ്ങനെ എൽദോക്ക് മെസ്സേജ് അയച്ചു. എൽദോ ഓഫീസിൽ കയറാനാക്കിയ മുമ്പ് എന്നാ ഗേറ്റിലെത്തുമ്പോ ഒന്ന് മെസ്സേജ് ചെയ്താൽ ഞാൻ ഈ കേക്ക് തന്നു വിടാന്ന് പറഞ്ഞു. അങ്ങനെ എൽദോ ഓക്കെ ചേച്ചി, ഞാൻ പറഞ്ഞു എന്നെ വിളിക്കരുത് കേട്ടോ, വിളിച്ച ചേട്ടനെ അറിയും. പിന്നെ ഒരു കണക്കിന് എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ വെച്ചു. ചേട്ടൻ എന്ത് ചെയ്ത് 8:30 ആയാലും കുളിക്കാൻ കയറല്ലോ. 8:45 9 മണിയാകുമ്പോ പോണ ആളാട്ടോ. പിന്നെ ഉന്തിത്തള്ളി ഞാൻ പറഞ്ഞു എന്ത് ഇന്ന് പോകുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആഴക്കാണെങ്കിൽ കള്ളത്തരം കാണിച്ച അപ്പ ചേട്ടൻ കണ്ടുപിടിക്കും കേട്ടോ. ഞാൻ അതിന്റെ ഇടയ്ക്ക് എൽദോന് മെസ്സേജ് അയച്ചപ്പോ, കാരണം എൽദോ ഗേറ്റിൽ വന്നു എന്ന് പറഞ്ഞു. എനിക്ക് അപ്പം എന്താ പറയാ, മെസ്സേജ് അയച്ചപ്പോ എനിക്ക് ചിരി വരാണ് എന്റെ മുഖത്ത്. അപ്പൊ ചേട്ടൻ ഒരു പന്തിയുടെ എന്ത് എന്റെ മുഖത്ത് നോക്കി നോക്കിയോ, ഞാൻ ഒന്നുമില്ലാന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഇപ്പൊ കറി വെക്കണ കാര്യത്തിലായാലും എന്തെങ്കിലും ഒരു ഉടായ്പ ചെയ്യാന്ന് വിചാരിക്കുമ്പോ കറക്റ്റ് മുന്നിൽ വന്ന് നിൽക്കും കേട്ടോ. നമ്മൾ ആ ഉടായ്പ ചെയ്യണ്ട്, ആ ഉടായ്പ അങ്ങനെ നടക്കാതെ പോകാറാണ് പതിവ്. പക്ഷെ ഇന്ന് എന്തോ ചേട്ടനെ പിന്നെ ഓടിച്ചങ്ങ് അകത്തേക്ക് അങ്ങനെ കയറ്റി. കുളിക്കാനായിട്ട് കയറിയ നേരം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഗേറ്റ് തുറന്ന് അറിയൂലോ. അപ്പൊ ഗേറ്റിന്റെ മതിലില് കേക്കും വെച്ചിട്ട് നോക്കി നിന്നു. എൽദോ ആണെങ്കിൽ അങ്ങ് ദൂരെ കുറച്ച് മാറി ബൈക്ക് വെച്ചിട്ട്, അയ്യോ കള്ളന്മാര് വന്ന് എടുത്തോണ്ട് പോണ പോലെയാണ് പാവം എടുത്തോണ്ട് പോയത്. ആരെങ്കിലും എൽദോ തല്ലിയാണ്, അതേമാതിരിയാണ് എൽദോ വന്ന്. ചേട്ടൻ കാണരുതല്ലോ, അപ്പൊ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ വന്ന് അങ്ങനെ ആ കേക്ക് എടുത്തോണ്ട് ഓഫീസിൽ കൊണ്ടുപോയി. അങ്ങനെ ചേട്ടനെ ഇവിടുന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു വിട്ടു. ഓഫീസിൽ ചെന്നപ്പം എല്ലാവരും കൂടി സർപ്രൈസ് ആയിട്ട് ചേട്ടന് കുറച്ച് ബലൂണൊക്കെ കൊടുത്തു വിട്ടേണ്ടായിട്ടോ. അപ്പൊ അങ്ങനെ ആ ബലൂണും ഒക്കെ പൊട്ടിച്ച്, അതുപോലെ തന്നെ ചേട്ടൻ പറഞ്ഞു മാഗസിനിന്റെ ഒരു ക്യാപ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. കേക്കൊക്കെ മുറിച്ച് ചേട്ടന് ഭയങ്കര സന്തോഷായി, എനിക്കും ഭയങ്കര സന്തോഷായി. നമുക്ക് എന്താ പറയാ, പ്രതീക്ഷിക്കാതെ ഓഫീസിൽ നിന്ന് ഒരു സർപ്രൈസ് കിട്ടുമ്പോ അതൊരു സന്തോഷം തന്നെയാണ്. അങ്ങനെ ആ സന്തോഷം കഴിഞ്ഞിട്ട് ഇനി വീട്ടിലെ സന്തോഷമാണ് അടുത്തത്. വൈകുന്നേരം തല്ലിക്കൊട്ടി എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷമാണ് കേട്ടോ ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത്. ഇത്രയും വിശേഷം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് സങ്കടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ വിശേഷമൊക്കെ അങ്ങ് പറഞ്ഞേട്ടോ. കുറച്ച് ലെങ്തി ആയിപ്പ്, അതുകൊണ്ടാണ് കേട്ടോ. കൂട്ടുകാര് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്തോ കേട്ടോ.
അപ്പൊ ഇത് അങ്ങനെ അപ്പൊ നമ്മുടെ വീട്ടിലെ വിശേഷം, വീട്ടിൽ എന്താണ് ചെയ്തു വെച്ചെന്ന് നോക്കാം. ഈ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഒരു സർപ്രൈസും നടക്കൂല കേട്ടോ, അത് വേറെ കാര്യം. എന്നാലും ഒരു ചെറിയ സർപ്രൈസ് ആയിട്ട് ഞാനും പോളും അച്ഛനും കൂടി ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് നോക്കിയിട്ട് വരാം. തുറന്നോ? ആ മോനെ എത്തൂല, അമ്മ തുറക്കാം. ചേട്ടാ പുഷ് ചെയ്യില്ലേ? നിക്ക്, തുറക്കല്ലേ, കൊച്ചങ്ങ് തുറന്നോളൂ, നിക്ക്. ആ തുറക്ക്. ഹാപ്പി ബർത്ത്ഡേ പറയാം, ഉമ്മ കൊടുക്കണേ. ചേട്ടാ ഇങ്ങോട്ട് കേറട്ടെ, തുറക്ക്. അവന് ഹാപ്പി ദീപാവലി ആണോ? വെട്ടോട് പോളോ, വെട്ടോട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ. അയ്യോ, ഫാൻ ഇട്ടതാരാ? കണ്ടോ, എന്തൊരു കഷ്ടായി പോയി. അപ്പേ ഞങ്ങളിവിടെ കത്തിച്ച മെഴുകുതിരി എല്ലാം കെട്ടുപോയി. എടാ കത്തിക്കല്ലേ, അവൾ കട്ട് ചെയ്യണ എൻ്റെ. എൻ്റെ പൊന്നു, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ മനുഷ്യൻ ഇങ്ങനെയല്ല കേട്ടോ. കുറേ ബലൂണൊക്കെ വീർപ്പിക്കണമെന്നുണ്ടായി, വീർപ്പിച്ച് കെട്ടണമെന്നും കുറേ മെഴുകുതിരി കത്തിക്കണമെന്നൊക്കെ ഉണ്ടായിട്ടോ. എവിടെ ഇത്രയെങ്കിലും ചെയ്യാനായിട്ട് എന്തോ ഒരു കഷ്ടപ്പെട്ടിട്ടാണ് അവ ചെയ്തതെന്നറിയോ. അച്ചുവിനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. അച്ചു ഞാൻ കത്തിക്കും, അച്ചു ഊതും, ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. പിന്നെ പോളും ഇങ്ങനെ കുറച്ചുകൂടി വലുതായില്ല, അപ്പോൾ അതുകൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളും സഹായിച്ചൊക്കെ തന്നു കേട്ടോ. അച്ചുവിനാണെങ്കിൽ കേക്ക് കണ്ടിട്ട് ഇപ്പോൾ തന്നെ കട്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് അവിടെ യുദ്ധം വെട്ടണം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഏട്ടൻകുഞ്ഞേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, മേ ദ ഗുഡ് ഗോഡ് ബ്ലെസ് യു, മേ ദ ഗുഡ് ഗോഡ്. താങ്ക് യു. ഒന്ന് താഴെ കൊടുക്കും, ഉമ്മ കൊടുക്കാൻ. അച്ഛൻ അപ്പയ്ക്ക് കൊടുക്ക, ഇതെടുത്ത് അപ്പയ്ക്ക് കൊടുക്കുക, അപ്പയ്ക്ക് കൊടുക്കുക, എന്നിട്ട് മോന്റെ വായിലേക്ക്. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം കണ്ടല്ലോ. കേക്ക് കണ്ട വഴി അച്ഛന്റെ കൺട്രോള് പോയി. അച്ഛന് കേക്ക് വേണോന്ന് പറഞ്ഞേ, പിന്നെ യുദ്ധം. ഒരു കണക്കിനാണ് ഞങ്ങൾ ആ കേക്ക് കട്ടിങ് സെറിമണി കഴിഞ്ഞത്. അങ്ങനെ ഇതേ ആകെ അലങ്കോലായിട്ട് കിടക്കാണ്. മെഴുകുതിരി എല്ലാം കത്തി തീർന്നു. വന്ന് കയറിയപ്പോ തന്നെ ചേട്ടൻ അങ്ങ് ഫാൻ ഇട്ടപ്പോ തന്നെ എല്ലാ കത്തി നിന്ന് മെഴുകുതിരിയും ഓഫായിപ്പോയി. ലേറ്റ് ഇട്ടതാണ്, അറിയാതെ ഫാനിന്റെ സ്വിച്ച് ഇട്ട് പോയി. എങ്ങനെ എല്ലാം കൂടി കെട്ടുപോയി. അപ്പൊ ഇവിടെ നല്ല കോലത്തിലാണ് ഇപ്പൊ കിടക്കുന്നത്. അങ്ങനെ ടേബിൾ ഇനിയിപ്പോ എനിക്ക് ക്ലിയർ ചെയ്യാനുണ്ട്, ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ല പണിയുണ്ട് എനിക്ക് ഇനി. അതിങ്ങനെ പുട്ടി ബ്ലേഡ് വെച്ച് ചിരണ്ടി എടുക്കണം. കേക്ക് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, നമ്മുടെ തൊട്ട അയൽവക്കങ്ങളിലെല്ലാം കൊടുത്തു. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത്. ചേട്ടൻ ഭയങ്കര നാണക്കേട്, ഈ പ്രായത്തിൽ ഇനിയിപ്പോ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കണം എങ്ങനെയാന്ന്. അതുകൊണ്ട് ചേട്ടനെല്ലാം പോയി ഞാനും കൊച്ചുങ്ങളും കൂടെയാണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കേക്കൊക്കെ കൊടുത്തു. അപ്പൊ ഇന്ന് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. എന്താ പറയാ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട്. എന്താ പറയാ, പുതിയ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ആകെ എന്താ പറയാ, ഓണായിരുന്നു ഫസ്റ്റ് സെലിബ്രേഷൻ ആയിട്ട് വന്നത്. പക്ഷെ നമ്മളതൊക്കെ അന്ന് ആഘോഷിക്കാനായിട്ട് പറ്റിയില്ല, കാരണം പല സാധനങ്ങളും പല സ്ഥലത്തായതുകൊണ്ട് ഒന്നും തന്നെ ആഘോഷമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ ആഘോഷം, ഏട്ടന്റെ ബർത്ത്ഡേ. അപ്പൊ ഇന്നത്തെ എന്താ പറയാ, ഇന്ന് നല്ലൊരു സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും അത്ര കറക്റ്റ് ആയിട്ട് നടന്നില്ല, ഏകദേശം അങ്ങ് കറക്റ്റ് ആയിട്ട് നടന്നു. അതുകൊണ്ട് ഒത്തിരി സന്തോഷം. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വിശേഷം കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ ഇനി പുതിയ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.